Mind your grammar, because your grammar shapes your story. Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. The countdown for our autumn examination has just begun, and the first examination is English. ഇംഗ്ലീഷിൽ നമ്മുടെ ആദ്യത്തെ പ്രശ്നം ഉറപ്പായിട്ടും സാർ എങ്ങനെയാണ് ഗ്രാമർ ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഗ്രാമർ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. ആൻഡ് ദിസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇസ് എൻ എക്സ്ക്ലൂസീവ് കവറേജ് ഓഫ് ഓൾ ദി ഗ്രാമർ ടോപ്പിക്സ് ദാറ്റ് വിൽ ബി ആസ്ക്ഡ് ഇൻ അവർ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ. ആൻഡ് നമ്മൾ ഈ സീരീസിന് ഒരു പേര് കൂടെ കൊടുക്കുന്നു, പേര് മൈൻഡ് യുവർ ഗ്രാമർ എന്നാണ്. ആൻഡ് ഈ സീരീസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ കമന്റ് ബോക്സിലുള്ള ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെ ലൈക്കുകൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതൊക്കെ തന്നെയാണ് ഈ സീരീസിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി പോകുന്നത്. SSLC ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്ക് മാക്സിമം ചോദിക്കാൻ പോകുന്നത് ഈ പുറകിൽ കാണുന്ന 8 ടോപ്പിക്കുകളാണ്. ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യും. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എപ്പോഴും ഇതുപോലുള്ള വീഡിയോസ് കാണുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക വേണം. ഒരു തവണയെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് വായിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുന്നവർക്ക് ഗ്രാമർ എളുപ്പമായിരിക്കും എന്ന് മാസ്റ്റർ ഊട്ട്വേ പറയുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ എക്സാമിൽ 5 മാർക്കിന് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ട്രിക്കി ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ്സ്. സോ ഈ വീഡിയോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് 1.5 സ്പീഡിലോ 2 സ്പീഡിലോ ഇട്ട് നിങ്ങൾക്ക് കേൾക്കാം. 3 പാർട്ടാണ് ഈ വീഡിയോയ്ക്ക് ഉള്ളത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയും. അത് അറിയുന്ന ആൾക്കാർക്ക് നേരെ സെക്കൻഡ് പാർട്ടിലേക്ക് ജമ്പ് ചെയ്യാം. അവിടെ നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ്സ് ലിസ്റ്റ് ചെയ്യുന്നു. അതും ഓൾറെഡി നോക്കി വെച്ച ആൾക്കാർക്ക് നേരെ 3ാമത്തെ പാർട്ടിലേക്ക് സ്കിപ്പ് ചെയ്യാം. ആ 3ാമത്തെ പാർട്ടിൽ നമ്മൾ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം. ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. എന്തിനെയാണ് നിങ്ങളൊരു ഫ്രേസൽ വെർബ് എന്ന് വിളിക്കുന്നത്? വാട്ട് ഈസ് എ ഫ്രേസൽ വെർബ്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പുട്ട് ഓണെന്നും കം അക്രോസ് എന്നൊക്കെ വരുന്നുണ്ടാവും. അതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. എന്താണ് ഒരു ഫ്രേസൽ വെർബ്? യു കീപ് ഇറ്റ് വെരി സിമ്പിൾ. ഒരു ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന്റെയും പ്രപ്പോസിഷന്റെയും കോമ്പിനേഷൻ ആണ്. എങ്ങനെയാണ്? എ ഫ്രേസൽ വെർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ വെർബ് ആൻഡ് എ പ്രപ്പോസിഷൻ. എന്നിട്ടും മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇങ്ങോട്ട് നോക്കാം. ഞാൻ പുട്ടെന്ന് പറഞ്ഞ ഒരു വേർബ് എടുക്കുന്നു. നമ്മൾ എല്ലാ കാലത്തും പറയുന്നുണ്ട് പുട്ടെന്ന് പറഞ്ഞൊരു വേർബ് എടുക്കുന്നു, അതിൻ്റെ കൂടെ ഓൺ എന്നൊരു പറഞ്ഞ പ്രപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈ ഓണ്, ഇറ്റ്, ഓഫ്, ഔട്ട് എന്നൊക്കെ പറഞ്ഞ അണ്ടർ എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് ആണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ പുട്ടെന്ന് പറഞ്ഞ വേർബും ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനും ആഡ് ചെയ്തപ്പോൾ എനിക്ക് പുട്ട് ഓൺ എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വേർബ് കിട്ടി. എന്നാൽ ഇവിടുത്തെ തമാശ, പുട്ടെന്ന് പറഞ്ഞ വേർബിന്റെ മീനിങ് വെക്കുക എന്നും ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷന്റെ മീനിങ് മുകളിൽ എന്നുമാണ്. എന്നാൽ ഒരിക്കലും പുട്ടോൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് മുകളിൽ വെക്കുക എന്നല്ല, നേരെ മറിച്ച് എന്താണ്, ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ്. അനദർ എക്സാമ്പിൾ, ഞാൻ ടേൺ എന്ന് പറഞ്ഞ ഒരു വേർബ് എടുക്കുന്നു. ടേൺ എന്ന് പറഞ്ഞൊരു വേർബ്, അതിൻ്റെ കൂടെ ഡൗൺ എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. സോ ടേണും ഡൗണും ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രേസൽ വേർബാണ്. സോ ടേണും ഡൗണും ചേർന്ന് ടേൺ ഡൗൺ എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വേർബ് ഉണ്ട്. എന്നാൽ ടേൺ ഡൗണിന്റെ മീനിങ് കറങ്ങുക താഴോട്ട്, അല്ലെങ്കിൽ താഴോട്ട് കറങ്ങുക എന്നല്ല, നേരെ മറിച്ച് ടേൺ ഡൗൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് ടു റിജക്റ്റ് എന്നാണ്, നിരസിക്കുക എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള വേർബ്സിന്റെയും പ്രപ്പോസിഷന്റെയും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് ഗസ് ചെയ്യൽ പലപ്പോഴും നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം അതിൽ കമ്പൈൻ ചെയ്യുന്ന വേർബിന്റെയും പ്രപ്പോസിഷന്റെയും മീനിങ്ങിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും റിസൾട്ടന്റ് ഫ്രേസൽ വേർബിന്റെ മീനിങ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷിലെ മുഴുവൻ ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് എന്ത് ചെയ്താൽ മതി, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. അത്രയും സിമ്പിൾ ആണ്? അല്ല, അത്രയും സിമ്പിൾ അല്ല. എന്താ കാരണം? നോക്കൂ, ഫ്രേസൽ വേർബ്സ് ആർ ഹൈലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആർ കൺസിഡേർഡ് എ ബേസിക് പാർട്ട് ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ശരി, നല്ല കാര്യം. ദർ ആർ മോർ ദാൻ 5,000 ഡിഫറെൻറ്റ് ഫ്രേസൽ വേർബ്സ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 5000-ലധികം ഫ്രേസൽ വേർബ്സ് കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ
ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ഒക്കെ വെച്ച് മൊത്തം പഠിച്ചു തീർക്കാം. ബട്ട് ഈസ് ദാറ്റ് പ്രാക്ടിക്കൽ? ചിൽഡ്രൻ ഉറപ്പായിട്ടും അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 1-2 ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരു പേനയും നോട്ട്ബുക്കും എടുക്കുക, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഫ്രേസൽ വെർബ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ മക്കളെ, ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഇതല്ല, കുറച്ചുകൂടെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫ്രേസൽ വെർബ്സിൽ ഏതൊക്കെ അറിയാമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട. അറിയാത്താണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തത് നമ്മൾ എല്ലാ കാലത്തും പറയുന്ന ഫ്രേസൽ വെർബാണ് പുട്ട് ഓൺ ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് ഓർമ്മിച്ച് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ഫ്രേസൽ വെർബാണ് ടേക്ക് ഓഫ്. കാരണം പുട്ടോണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടേക്ക് ഓഫിന്റെ മീനിങ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് എന്നാണ്, അഴിക്കുക എന്നാണ്. ടേക്ക് ഓഫിന് ഈ വിമാനം പറന്നു പോകുന്നതിനെയും ടേക്ക് ഓഫ് എന്ന് പറയും. പക്ഷെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ടേക്ക് ഓഫിന് സാധ്യത ടു റിമൂവ് മാത്രമാണ്. അടുത്തത് പുട്ട് ഓഫ് ആണ്. പുട്ട് ഓണിന്റെ ഓപ്പോസിറ്റ് അല്ല പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോസ്റ്റ്പോൺ എന്നാണ്, നീട്ടിവെക്കുക എന്നാണ്. ഒരു പ്രോഗ്രാം, ഒരു മാച്ച് ഒക്കെ നീട്ടിവെക്കുക. ഫോർ ഇൻസ്റ്റൻസ്, ദ മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ഹാസ് ബീൻ പുട്ട് ഓഫ് ഡ്യൂ ടു ബാഡ് വെതർ. ബാഡ് വെതർ, മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മാച്ച് നീട്ടിവെച്ചിരിക്കുന്നു, മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു, പുട്ട് ഓഫ് ചെയ്തിരിക്കുന്നു, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, പുട്ട് എക്രോസ്. വളരെ പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബാണ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. പക്ഷെ മലയാളം ഫോക്കസ് ചെയ്യുക, ഒരാളോട് ഒരു കാര്യം പറയുക. അല്ലാതെ പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലായി ആശയവിനിമയം നടത്തുന്നതിന് മാത്രമല്ല, ഒരു കാര്യം വളരെ സ്വാഭാവികമായിട്ട് പറയുന്നതിന് നമ്മൾ പുട്ട് എക്രോസ് എന്നാണ് പറയുക. നെക്സ്റ്റ്, പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് എക്രോസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. പുട്ട് ഫോർവേഡ് കുറച്ചുകൂടെ ഒഫീഷ്യലാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോമലാണ്. അതായത് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുക, ഒരു ആശയം അവതരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ പുട്ട് ഫോർവേഡ് ഉപയോഗിക്കുക. അടുത്ത ഫ്രേസൽ വെർബ് പുട്ട് അപ്പ് വിത്ത് ആണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നാണ്. നെക്സ്റ്റ്, പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സപ്രസ് ഓർ സ്റ്റോപ്പ് സംതിങ്. ഒരു കാര്യത്തെ അടിച്ചമർത്തുക, ഒരു കാര്യത്തെ നിർത്തുക എന്നുള്ളത് നമ്മൾ പുട്ട് ഡൗൺ പറയും. എന്നാൽ പുട്ട് ഡൗണിന് ടു റൈറ്റ് ഡൗൺ എന്നുള്ള അർത്ഥം കൂടെയുണ്ട്. നമ്മുടെ ടീച്ചർ വന്നിട്ട് പറയുകയാണ് എന്താ, പുട്ട് ഡൗൺ ദ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ്സിനെ അടിച്ചമർത്തുക എന്നല്ല, ആ പോയിന്റ്സ് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുട്ട് വെച്ചിട്ടുള്ള ഒരു സെറ്റാണ്. ഈ സെറ്റിന്റെ പ്രത്യേകത എന്താ, നമുക്ക് മിക്കവാറും പരീക്ഷയ്ക്ക് റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ ഫ്രേസൽ വെർബ് എന്ന് ചോദിക്കും. ഈ അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ വേർഡിന്റെ മലയാളം അനുയോജ്യമായ എന്നാണ്. അതായത് പാസേജിനനുസരിച്ച് നിങ്ങൾ V1 ആണോ V2 ആണോ നോക്കി ഫ്രേസൽ വെർബ്സിനെ മാറ്റാം. എന്നാൽ പുട്ട് വെച്ച് തുടങ്ങുന്ന ഫ്രേസൽ വെർബിനെ V2ലേക്കോ V3ലേക്കോ മാറ്റാൻ ഒരു കുഴപ്പമില്ല. കാരണം ഈ പുട്ടെന്ന് പറഞ്ഞ വേർബിന്റെ V1 V2 V3 എല്ലാം എന്ത് തന്നെയാണ്, പുട്ട് തന്നെയാണ്. അപ്പോൾ പുട്ടോണിന്റെ ആയാലും പുട്ട് ഓഫിന്റെ ആയാലും പുട്ട് അക്രോസിന്റെ ആയാലും ഒക്കെ V2 V3 എന്ത് തന്നെയാണ്, സെയിം ഫ്രേസൽ വെർബ് തന്നെയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സെറ്റ് ഓഫ് ആണ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് നിങ്ങൾ ആലോചിക്കുമ്പോൾ അപ്പം മനസ്സിൽ ആരും കൂടെ വേണം, സെറ്റ് ഔട്ടും കൂടെ വേണം. കാരണം സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബും സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെയും മീനിങ് ടു സ്റ്റാർട്ട് എ ജേർണി എന്നാണ്. പക്ഷെ കൺഫ്യൂസ്ഡ് ആവരുത്. ടു സ്റ്റാർട്ട് എ ജേർണി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ബാക്ക് പാക്ക് എടുത്ത് മണാലിയിൽ അല്ലെങ്കിൽ കാശ്മീരിൽ യാത്ര പോകുന്നതിന് മാത്രമല്ല സെറ്റ് ഔട്ട് എന്ന് പറയാം. പിന്നെയോ ഇവിടുന്ന് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് പോകുന്നതിനൊക്കെ നമ്മൾ സെറ്റ് ഓഫ് എന്നോ സെറ്റ് ഔട്ട് എന്നോ പറയും. നെക്സ്റ്റ്, സെറ്റ് അസൈഡ് ആണ്. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു റിസർവ് എന്നാണ്. അതായത് ഒരു പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു മറ്റൊരു കാലത്തേക്ക് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുകയാണ്, ഒരു പ്രോഗ്രാം നീട്ടിവെക്കുകയാണ്, ഇത് മാറ്റിവെക്കുകയാണ്. നെക്സ്റ്റ്, സെറ്റപ്പ്. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട് പെലയോ സെറ്റപ്പ് റാബിറ്റ് വാറൻ. സെറ്റപ്പ് എന്ന് വെച്ചാൽ ടു ബിഗിൻ ഓർ സ്റ്റാർട്ട് സംതിങ്. എന്തെങ്കിലും ഒരു സംരംഭം, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ആരംഭിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സെറ്റപ്പ്, ഉണ്ടാക്കിയെടുക്കുക എന്ന അർത്ഥത്തിലാണ് സെറ്റപ്പ് ഉപയോഗിക്കുക. നെക്സ്റ്റ്, കം അക്രോസ്. വെരി കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വെർബാണ്. കം അക്രോസ് എന്ന് വെച്ചാൽ ടു മീറ്റ് എന്നാണ്. ചിലപ്പോൾ നിങ്ങളോട് പറയും കം അക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു മീറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടുമുട്ടുക. അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷെ എന്ത് ഓർമ്മിച്ച് വെക്കുക, കാണുക, കണ്ടുമുട്ടുക. കം അക്രോസിന്റെ V2 എന്താ വരിക, കം അക്രോസിന്റെ V2 കെയിം അക്രോസ് ആണ് വരിക. കാരണം കമ്മിന്റെ V2 കെയിം ആണ്. ഇതൊക്കെ സെയിം ആണ്. കാരണം സെറ്റിന്റെ V1 V2 V3 സെറ്റ് തന്നെയാണ്. ദെൻ കം ഫോർവേഡ്. കം ഫോർവേഡ് എന്ന് വെച്ചാൽ ടു വളണ്ടിയർ ടു ഡു സംതിങ് എന്നാണ്. വളണ്ടിയർ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാനായി മുന്നോട്ട് വരികയാണ് കം ഫോർവേഡ്. അടുത്തത് ഗിവ് അപ്പ് ആണ്. വെരി പോപ്പുലർ ഫ്രേസൽ വെർബ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നെവർ എവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ്, പരാജയം സമ്മതിക്കുക അല്ലെങ്കിൽ ടു അബാൻഡൻ, ഉപേക്ഷിക്കുക. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ഗേവ് അപ്പ് സ്മോക്കിംഗ്. എൻ്റെ അച്ഛൻ സ്മോക്കിംഗ് ഉപേക്ഷിച്ചു. ഹി
ഗേവ് അപ്പ് ബിക്കോസ് ഹി കുഡിൻ പാസ് ദി എക്സാമിനേഷൻ. അവന് പരീക്ഷ പാസ്സാവാൻ പറ്റാത്തതുകൊണ്ട് അവൻ പരാജയം സംഭവിച്ചു, അടുത്ത തവണ ശ്രമിക്കാതെ. നെക്സ്റ്റ് ഗിവ് അപ്പ് പോലെ അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് ഗിവ് ഇൻ. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. ഗിവ് എന്ന് വെച്ചാൽ ടു സറണ്ടർ എന്നാണ്, കീഴടങ്ങുക എന്നാണ്. ഗിവ് എന്ന് വെച്ചാൽ എന്താണ്? സറണ്ടർ എന്നാണ്. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, സ്പിൽമൻ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇൻ ഫ്രണ്ട് ഓഫ് ദി Nazi soldiers or the atrocities of Nazi soldiers. Then call on, call at, രണ്ടും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. കാരണം കോൾ ഓൺ എന്ന് പറഞ്ഞാലും കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടു വിസിറ്റ് എന്നാണ്, സന്ദർശിക്കുക എന്നാണ്. വ്യത്യാസം വരുന്നത് പ്രപ്പോസിഷനിലാണ്. നമ്മൾ സാധാരണ അറ്റ് എന്തിന്റെ മുമ്പിലാണ് ചേർക്കുക? പ്ലേസിന്റെ മുമ്പിലല്ലേ ചേർക്കുക. അപ്പോൾ കോൾ അറ്റ് എന്താണ്? വിസിറ്റ് പ്ലേസ് ആണ്. കോൾ ഓൺ എന്താണ്? വിസിറ്റ് പേഴ്സൺ ആണ്. കോൾ ഓൺ വിസിറ്റ് പേഴ്സൺ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഓൺ അവസാനിക്കുന്നത് പേഴ്സണിലാണ്. ഓൺ എന്ന് പറഞ്ഞാൽ പേഴ്സൺ. കോൾ ഓൺ വിസിറ്റ് പേഴ്സൺ. ദെൻ കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് വെച്ചാൽ ടു ക്യാൻസൽ, റദ്ദ് ചെയ്യുക. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ നീട്ടിവെക്കുക. അതായത് ഇന്നൊരു പരിപാടി നടന്നില്ല, അത് അടുത്ത ആഴ്ചക്ക് നീട്ടിവെച്ചു. എന്നാൽ കോൾ ഓഫ് എന്ന് വെച്ചാൽ എന്താ? ഇന്ന് നടന്നില്ല, അത് ക്യാൻസൽ ചെയ്തു, കോൾ ഓഫ് ചെയ്തു. നെക്സ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് തുടരുക എന്നാണ്, ടു കണ്ടിന്യൂ എന്നാണ്. എപ്പോഴും കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കുക. ഗോ ഓണിന്റെ V2, ഗോയുടെ V2 എന്താണ്? വെന്റ് ആണ്. അപ്പൊ ഗോ ഓണിന്റെ V2 എന്താണ്? വെന്റ് ഓൺ ആണ്. നെക്സ്റ്റ് ഗോ അറ്റ് ആണ്. ഗോ അറ്റ് എന്ന് വെച്ചാൽ അറ്റാക്ക് എന്നാണ്. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് എന്നാണ്. അതുപോലെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരാളാണ് ഗോ ഫോർ. ഗോ ഫോർ എന്ന് വെച്ചാൽ ഒരാളുടെ നേരെ, ഒരു വസ്തുവിന് നേരെ കുതിച്ചു പോകുന്നതിനാണ് നമ്മൾ ആക്രമിക്കാൻ തക്ക രീതിയിൽ കുതിച്ചു പോകുന്നതിനാണ് നമ്മൾ ഗോ ഫോർ എന്ന് പറയാം. ഗോ അറ്റ് എന്ന് വെച്ചാൽ അറ്റാക്ക് എന്നാണ്. നെക്സ്റ്റ് ഗോ ത്രൂ. രണ്ട് മീനിങ്സ് ഉണ്ട്. ഗോ ത്രൂയുടെ ഒന്നാമത്തെ മീനിങ് ടു എക്സാമിൻ എന്നാണ്. ഗോ ത്രൂ എന്ന് വെച്ചാൽ എന്താണ്? എക്സാമിൻ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ദ ജർമ്മൻ ഓഫീസർ വെന്റ് ത്രൂ ദ ബിൽഡിംഗ്, അല്ലെങ്കിൽ ആറ്റിക്, ആ റൂയിൻഡ് ബിൽഡിങ്ങിൽ കൂടെ എന്ത് ചെയ്തു? എക്സാമിൻ ചെയ്തു, അല്ലെങ്കിൽ റൂയിൻഡ് ബിൽഡിംഗ് എക്സാമിൻ ചെയ്തു. ഇനി അല്ലാതെ ഗോ ത്രൂവിന് എന്തുകൂടെ മീനിങ് ഉണ്ട്? ടു അണ്ടർഗോ എന്ന അർത്ഥം കൂടെ ഉണ്ട്. മലയാളത്തിൽ കടന്നു പോവുക. ഫോർ എക്സാമ്പിൾ, സ്പിൽമൻ, ഗോ ത്രൂയുടെ പാസ്റ്റ് ടെൻസ് വെൻ ത്രൂ ആണ്. സ്പിൽമൻ വെൻ ത്രൂ എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്. ദെൻ മേക്കപ്പ് വൺസ് മൈൻഡ്. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു ഡിസൈഡ് എന്നാണ്, തീരുമാനിക്കുക എന്നാണ്. അതെന്തുകൊണ്ടാണ് മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ആണാണ്, ഒരു മെയിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ മേക്കപ്പ് ഹിസ് മൈൻഡ്, ഫീമെയിൽ ആണെങ്കിൽ ഹെർ, ഒന്നിലധികമാണെങ്കിൽ ദർ. ഇനി മേക്കപ്പിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? മേഡപ്പ്. അവൻ തീരുമാനിച്ചു, സ്പിൽമൻ തീരുമാനിച്ചു. സ്പിൽമൻ മേഡപ്പ് ഹിസ് മൈൻഡ്. ഓക്കെ ആണോ? ഇനി എലിസണ്ട തീരുമാനിച്ചു, എലിസണ്ട മേഡപ്പ് ഹെർ മൈൻഡ്. ഇനി എലിസണ്ടയും പെലയും തീരുമാനിച്ചു, ദേ മേഡപ്പ് ദർ മൈൻഡ്. ഈ രീതിയിൽ മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ടു ഡിസൈഡ് എന്നാണ്, തീരുമാനിക്കുക എന്നാണ്. അടുത്തത് മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്, മനസ്സിലാക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യം അല്ലെ, ഇനീഷ്യലി വെൻ പെലയോ ആൻഡ് എലിസണ്ട came across the old man with enormous wings, they couldn't make out anything. അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. Then turn up, a very old man with enormous wings turned up at the courtyard of Pelayo and Elisanda. Turned up എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. To arrive or appear എന്നാണ്. Next turn down. Turn down എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് to reject എന്നാണ്, നിരസിക്കുക എന്നാണ്. Again, taken aback, very important phrasal verb. Taken aback എന്ന് പറഞ്ഞ phrasal verb-ന്റെ മീനിങ് ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് എന്നാണ്. ടേക്കൻ അബാക്ക് എപ്പോഴും നിങ്ങൾക്ക് ഓപ്ഷനിലും തരിക V3 ഫോമിലാണ്. അപ്പൊ ടേക്കൻ അബാക്കിന്റെ മുമ്പ് ഒരു ക്ലൂ ആണ്, മിക്കവാറും എന്തുണ്ടാവും? വാസോ വേറോ ഉണ്ടാവും. കാരണം അത് പാസീവ് വോയിസിലാണ് തരിക. സോ ടേക്കൻ അബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോക്ക് ഓർ സർപ്രൈസ് എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതേ മീനിങ് ഉള്ള ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ വേർഡ് ഏതാണ്? സ്റ്റാർട്ടിൽഡ് ആണ്. ആ വേർഡ് ഏതാണ്? സ്റ്റാർട്ടിൽഡ് ആണ്. ഞെട്ടിത്തെറിക്കുക, ഷോക്ക് ആവുക, സർപ്രൈസ്ഡ് ആവുക. ദെൻ അടുത്ത ഫ്രേസൽ വെർബ് ഗെറ്റ് എവേ ആണ്. ഗെറ്റ് എവേ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു എസ്കേപ്പ് എന്നാണ്, രക്ഷപ്പെടുക എന്നാണ്. അടുത്തത് ഗെറ്റ് എലോങ് ആണ്. ഗെറ്റ് എവേ രക്ഷപ്പെടുക, ഗെറ്റ് അവേ രക്ഷപ്പെടുക, എസ്കേപ്പ് ചെയ്യുക. ഗെറ്റ് എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളെ, ആവശ്യം വരും ചിലപ്പോൾ. സ്പിൽമൻ ആൻഡ് ജർമ്മൻ ഓഫീസർ ഗോട്ട് എലോങ് അല്ലെ. ഗെറ്റ് എലോങ് എന്ന് വെച്ചാൽ ടു ബി ഫ്രണ്ട്ലി എന്നാണ്, സൗഹൃദത്തിലാവുക എന്നാണ്. ഗെറ്റ് എലോങ്ങിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്. എന്താണ്? മാനേജ് ടു ലീവ് ദ ലൈഫ്, അതായത് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന അർത്ഥത്തിനും കൂടെ ഉണ്ട്.
ദെൻ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താ? ടു ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ടു ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക. ദെൻ റിസോർട്ട് ടു, ഞാൻ റീസെന്റ് ആഡ് ചെയ്തൊരു ഫ്രേസൽ വെർബാണ്. റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു യൂസ് ഓർ ഡു സംതിങ് ബിക്കോസ് യു ഹാവ് നോ അതർ ചോയ്സ്. നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ഉപയോഗിക്കുക. റിസോർട്ട് ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഫോർ ഇൻസ്റ്റൻസ്, സ്പിൽമാൻ അല്ലെങ്കിൽ ബബ്ലു റിസോർട്ടഡ് ടു ഡു ദ എക്സ്പെരിമെന്റ്സ് ഓൺ ഹിംസെൽഫ്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്തു. ദെൻ ടേക്ക് പാർട്ട്, അതിൽ തന്നെ ഉണ്ട്. ടേക്ക് പാർട്ട് എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് എന്നാണ്. ഗിവ് എവേക്ക് നമുക്കറിയാവുന്ന യൂട്യൂബിൽ ഗിവ് അവേ അതെന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ആണ്, വിതരണം ചെയ്യുകയാണ്. ഗിവ് എവേക്ക് എന്തുകൂടെ അർത്ഥമുണ്ട്? ടു റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യം പുറത്തു പറയുക എന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണോ? നമ്മൾ ഫ്രേസൽ വെർബ്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ വെൽക്കം. So practice question number 1. This is from the chapter A Phoenix Rises. എപ്പോഴും ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം റെസ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ, ഇത് തെറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ബോധം ഉണ്ടാവുക. രണ്ടാമത്തത്, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? പുട്ട് അപ്പ് വിത്ത് ആണ്. അപ്പോൾ ആലോചിക്കുക, ഞാൻ പഠിച്ച ലിസ്റ്റിൽ പുട്ട് അപ്പ് വിത്ത് ഉണ്ട്. പുട്ട് അപ്പ് എന്ന് വെച്ചാൽ സഹിക്കുക എന്നാണ്. ദെൻ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. കം അക്രോസ് എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക. മേക്കപ്പ് വൺസ് മൈൻഡ്, തീരുമാനിക്കുക. ടേക്കൻ എ ബാക്ക്, ഷോക്ക് ആവുക, സർപ്രൈസ്ഡ് ആവുക. സെറ്റ് ഔട്ട്, യാത്ര പുറപ്പെടുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇനി ചിലപ്പോൾ എക്സാമിന് ഓപ്ഷനിലുള്ള ഒരു 1-2 നിങ്ങൾക്ക് അറിയണ്ടാവില്ല, ബാക്കി 3-4 അറിയായിരിക്കും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് ദ പ്രോസസ്. അറിയുന്ന വെച്ച് എഴുതുക. ബാക്കിയുള്ള നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ എല്ലാ ഓപ്ഷൻസും അറിയുന്നതാവണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി. ഇനി നമ്മൾ ഓരോന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് എത്ര ഉണ്ട്? 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓരോന്നിനും ഓരോ മാർക്കാണ്. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അപ്രോപ്രിയേറ്റ് ഫോം ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് ഫോം എന്ന് വെച്ചാൽ എന്താ? അനുയോജ്യമായ ഫോം എന്നാണ്. അപ്പോൾ V1 ആണോ V2 ആണോ എന്നാണ് ചോദ്യം. ബബ്ലു ഡാഷ് ടു ഗീവ് ഗൗരി എ ഗിഫ്റ്റ്. ബബ്ലു ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സഹിച്ചു, ആരംഭിച്ചു, കണ്ടുമുട്ടി, തീരുമാനിച്ചു, ഞെട്ടി. സെറ്റ് ഔട്ട് ഇവിടെ പറ്റൂല, അത് ഇവിടെ പറ്റൂല, സെറ്റ് ഔട്ട് പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ്? തീരുമാനിച്ചു എന്നാണ്. തീരുമാനിച്ചു എന്നുള്ള അർത്ഥത്തിൽ മേക്കപ്പ് വൺസ് മൈൻഡ് ആണ്. അപ്പൊ അതെങ്ങനെ എഴുതുക? ബബ്ലു മേഡ് അപ്പ് ഹിസ് മൈൻഡ്. പാസ്റ്റ് ടെൻസ് ആണ്, ബബ്ലു ആയതുകൊണ്ട് ഹിസ് മൈൻഡ് ആണ്. ഇനി ഞാൻ ബി പാർട്ടിലേക്ക് പോകുന്നു. ഹി ഡാഷ് ടു എ നിയർ ബൈ സ്റ്റോർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അടുത്തുള്ള ഒരു കടയിലേക്ക് പോയി, യാത്ര പുറപ്പെട്ടു എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് സെറ്റ് ഔട്ട് ആണ്. സെറ്റ് ഔട്ട് അവിടെ V1 തന്നെയാണ് എഴുതേണ്ടത്, കാരണം ഇവിടെ എന്തുണ്ട്? സെറ്റ് ഔട്ട് എന്നുള്ളത് V1 V2 V3 സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് സിയിലേക്ക് പോവാം. സി എന്താണ്? ബബ്ലു വാസ് ഡാഷ് ബൈ ദ എക്സോർബിറ്റൻ പ്രൈസ് ഓൺ ദ പാക്കറ്റ്. സോ പാക്കറ്റിലുള്ള എക്സോർബിറ്റൻ പ്രൈസ് അറിഞ്ഞപ്പോൾ ബബ്ലു എന്തായി? ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ടേക്കൺ അബാക്ക് ആണ്. ഞാൻ പറഞ്ഞു ടേക്കൺ അബാക്കിന് മുമ്പ് നിങ്ങൾക്ക് ഓപ്ഷനിലും എന്തുണ്ടാവും? പാസേജിലും എന്തുണ്ടാവും? വാസ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. വാസ് ടേക്കൺ അബാക്ക് എന്നാണ്. By the exorbitant price on the packet. Back home, he handed over the gift to Gauri, but she could not dash his idea of spending money on expensive pads. പക്ഷെ അവക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് അറിയാം, ഈ എക്സ്പെൻസീവ് പാഡ്സിൽ പൈസ സ്പെൻഡ് ചെയ്ത ഐഡിയ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താ പറയാ? ഷീ കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ഹിസ് ഐഡിയ ഓഫ് സ്പെൻഡിങ് മണി. ഡിയും കിട്ടി. ഇനി ഇയിലേക്ക് പോകാലോ. But she could not put up with his idea of spending money on expensive pads. However, Bablu was determined to dash a new project. പക്ഷെ ബബ്ലു തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. Determined, took a strong decision. ദൃഢനിശ്ചയം എടുത്തിരുന്നു. എന്തിന്? ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ, പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടി. അപ്പൊ എന്താണ്? സെറ്റപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഏതാണ്? സെറ്റപ്പ് ആണ്. മേഡ് അപ്പ് ഹിസ് മൈൻഡ്, സെറ്റ് ഔട്ട്, ടേക്കൻ എ ബാക്ക്, പുട്ട് അപ്പ് വിത്ത് സെറ്റപ്പ്. ഓക്കെ, ഡൺ. അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യം. സോ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നാണ്. ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? പുട്ട് അപ്പ് വിത്ത് ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, കം അക്രോസ് ഉണ്ട്, മേക്ക് ഔട്ട് ഉണ്ട്, ടേക്കൻ എ ബാക്ക് ഉണ്ട്, സെറ്റ് ഔട്ട് ഉണ്ട്. നോക്കാം നമുക്ക്. Peleo and Elisenda were shocked when they suddenly dash a strange old man with enormous wings lying in the mud. So Peleയും എലിസെൻഡയും ഷോക്ക് ആവുന്നു. when they suddenly, അവർ പെട്ടെന്ന് സ്ട്രേഞ്ച് ഓൾഡ് മാനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ കണ്ടു എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? കം അക്രോസ് ആണ്. അപ്രോപ്രിയേറ്റ് ഫോം ഉപയോഗിക്കേണ്ടതുകൊണ്ട്
കം അക്രോസ് എന്നുള്ളത് V2ലേക്ക് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് എന്തിലേക്ക് മാറും? കെയിം അക്രോസ് ആവും. അപ്പോൾ ഏയുടെ ആൻസർ കെയിം അക്രോസ് ആണ്. ദെൻ with enormous wings lying in the mud. They were dashed by his shabby condition and strange appearance. അദ്ദേഹത്തിന്റെ സ്ട്രേഞ്ച് അപ്പിയറൻസും മോശമായ ഷാബി മുഷിഞ്ഞ കണ്ടീഷനും കണ്ടപ്പോൾ അവരെന്താവുകയാണ്? അവർ ഷോക്ക്ഡ് ആവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടേക്കൺ അബാക്കിന് മുമ്പിൽ വാസോ വേറോ വരും. അപ്പോൾ ബി എന്താ വരിക? അവർ ഷോക്ക്ഡ് ആയി എന്നർത്ഥത്തിൽ, സർപ്രൈസ്ഡ് ആയി എന്നർത്ഥത്തിൽ ടേക്കൺ അബാക്ക് വരും. ഇനി നമ്മൾ സിയിലേക്ക് പോവാണ്. അറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ പെലേക്കും മെലിസന്റയ്ക്കും couldn't dash why he was there. അവർക്ക് അദ്ദേഹം എന്തിനാണ് അവിടെയെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്നോ മനസ്സിലായില്ല. they couldn't മനസ്സിലാവുക എന്ന അർത്ഥത്തിലുള്ള ഫ്രേസൽ വെർബ് മേക്ക് ഔട്ട് ആണ്. ഞാൻ മെയ്ഡ് ഔട്ട് എന്ന് എഴുതാത്തത് ഇവിടെ ആരുണ്ട്? കുഡ് ഉണ്ട്. കുഡ് കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം തന്നെ വരുള്ളൂ, മേക്ക് ഔട്ട് തന്നെ വരുള്ളൂ. ഇവൻച്വലി അവസാനം they dash a plan to keep him in the chicken coop. അവർ അദ്ദേഹത്തെ ചിക്കൻ കൂപ്പിൽ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി, നിർമ്മിച്ചു എന്നർത്ഥത്തിൽ. നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്? they set up a plan. they devised a plan. സെറ്റപ്പിന്റെ V2 സെറ്റപ്പ് തന്നെയാണ്. though many villages visited, ഒരുപാട് വില്ലേജസ് വിസിറ്റ് ചെയ്തെങ്കിലും very few could dash his smell. കുറച്ച് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ സ്മെല്ലും പിറ്റിഫുൾ കണ്ടീഷനും എന്തോ ചെയ്യാൻ പറ്റുള്ളൂ. കുഡ് ആയതുകൊണ്ട് V1 ആണ്. സോ സഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് വേണ്ടത്. സോ ഈ എന്താ വരിക? പുട്ട് അപ്പ് വിത്ത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റനിലേക്ക് നമ്മൾ വേഗം പോവാണ്. ഇതും വെരി ഓഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? ടേൺ അപ്പ് ഉണ്ട്, ഗിവ് അപ്പ് ഉണ്ട്, ഗെറ്റ് അപ്പ് ഉണ്ട്. ഗെറ്റ് അപ്പ് എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക, നമ്മൾ പണ്ടേ പഠിച്ചതാണ്. മേക്കപ്പ് ഉണ്ട്, ശരി അവിടെ നിൽക്കട്ടെ. സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. നോക്കൂ, എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ്. ഇതിൽ എല്ലാ വൊക്കാബുലറി അറിയണമെന്നൊന്നുമില്ല. ക്യൂരിയസ്, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആകാംക്ഷയുള്ള ഓൺ ലുക്കേഴ്സ് അറിയില്ല, കുഴപ്പമില്ല. ഓൺ ലുക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്കാരെന്നാണ്. ഒരു ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ് ഡാഷ് അറ്റ് പെലേയോസ് ഹൗസ്, പെലേയുടെ വീട്ടിൽ എത്തിച്ചേർന്നു എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? ടേൺ അപ്പ് ആണ്. ടേൺ അപ്പിന്റെ V2 എഴുതണം, പാസ്റ്റ് ടെൻസ് ആണ്. സോ ടേൺഡ് അപ്പ് വരും. ടു ക്യാച്ച് എ ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് എന്താണ്? ഷോർട്ട് എന്താ പറയുക? സൈറ്റാണ്. ഒരു ചെറിയ സമയത്തേക്കുള്ള കാഴ്ചയാണ്. ഒരു ചെറിയ എന്താ പറയുക? ക്ഷണിക ദർശനം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓഫ് ദ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ദേ ഡാഷ് സ്റ്റോറീസ് അബൌട്ട് ഹിം. അവര് അദ്ദേഹത്തെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി. സോ കഥകൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മേക്കപ്പ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഉണ്ടാക്കി പറയുന്ന കഥകളെ നമ്മൾ ഇംഗ്ലീഷിൽ മെയ്ഡ് അപ്പ് സ്റ്റോറീസ് എന്ന് പറയാം, അല്ലെങ്കിൽ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് എന്ന് പറയാം. അപ്പൊ എന്താണ് ബി വരിക? ദേ Makeup in the past tense made up stories about him and annoyed him by throwing stones and pieces of food at him. They did everything they could to make the man. അവർക്ക് പറ്റാവുന്നൊക്കെ അവർ ചെയ്തു. എന്തിന്? To make the man. ഇവിടെ ഉണ്ട് to make the man. V1 ആണ്. To make the man stand up. To make the man stand up. Stand up ഇവിടെ ഇല്ല, ഉള്ളത് ഏതാണ്? Get up ആണ്. To make the man get up. പക്ഷെ എന്ത് സംഭവിച്ചു? As the old man showed no interest. പക്ഷേ ഓൾഡ് മാൻ ഒരു താല്പര്യവും എഴുന്നേറ്റേക്കാൻ ഒരു താല്പര്യവും കാണിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ ഐഡിയ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചു എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് ഗിവ് അപ്പ് ആണ്. ഗിവ് അപ്പിന്റെ V2 ഏതാണ്? ഗിവ് അപ്പ് ആണ്. വൺ ക്വിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ സെയിം വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. വെൻ ദ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഡാഷ് no one could dash where he came from. രസമുള്ള ചോദ്യമാണ്. ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് വന്നപ്പോൾ, അപ്പൊ ആദ്യത്തത് എന്താ വരിക? ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വന്നപ്പോൾ ടേൺഡ് അപ്പ്. നോ വൺ കുഡ്, ആർക്കും ഡാഷ് വേർ ഹി കെയിം ഫ്രം, എവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാവുക എന്നുള്ള അർത്ഥത്തിൽ നോ വൺ കുഡ് മേക്ക് ഔട്ട്. ബി കിട്ടി. See, to manage the crowdനെ മാനേജ് ചെയ്യാൻ വേണ്ടി they dash a small area where people could come and see him. അവരെന്ത് ചെയ്തു? ഒരു ചെറിയ ഏരിയ ഉണ്ടാക്കിയെടുത്തു. അവിടെ ഒരു ചെറിയ ഏരിയ സെറ്റപ്പ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. Many visitors tried to dash their opinions about the old man's identity. ഓൾഡ് മാൻ ആരാണ്? ഏഞ്ചൽ ആണോ അല്ലെങ്കിൽ സെയിലർ ആണോ? അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് മെനി വിസിറ്റേഴ്സ്, പല എന്താ പറയുക വിസിറ്റേഴ്സും ശ്രമിച്ചു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പറയാൻ വേണ്ടി. പറയുക എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ട് എക്രോസ് ആണ്. ഏതാണ്? പുട്ട് എക്രോസ് ആണ്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക? നന്നായി പാസേജ് വായിച്ചിട്ട് ഓരോ ഓപ്ഷൻസും ഇട്ട് നോക്കിയിട്ട്
ദെൻ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ ഫൈനലൈസ് ചെയ്യുക. പെട്ടെന്ന് മാർക്ക് കിട്ടും, പക്ഷേ എന്ത് ചെയ്യണം, തെറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഒറ്റ കാര്യം കൂടെ ഉണ്ട്. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഒരു കുഞ്ഞ് കമൻറ്റ് ഇട്ടാൽ മതി. നാച്ചു സാർ അത് വായിച്ചോളാം. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രി വൺ.